വാക്കുകൾ കൊണ്ടത് പറഞ്ഞാൽ മതിയാകില്ല. ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു കുഞ്ഞുകുട്ടി, ഒരു 8 വയസ്സുകാരനെ അല്ലെങ്കിൽ ഒരു ഒരു 8 വയസ്സ് തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. പിതാവിനും മാതാവിനും ഒക്കെ അത് എന്തുമാത്രം നഷ്ടമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ആ വിയോഗം, ആ വേദന. ഞാൻ പറയണേക്കാൾ കൂടുതൽ നീ അല്ലേ അവൻ്റെ അടുത്ത് പറയണത്. അകത്ത് കയറാൻ അകത്ത് കയറാൻ പറയാൻ അവൻ്റെ അടുത്ത്. എന്റെ കുഞ്ഞു കിടക്കിടക്കെടുത്ത് നോക്കി കഴിച്ചു. എന്റെ കുഞ്ഞു കിടക്കിടക്കെടുത്ത് നോക്കി. അങ്ങോട്ട് പോകണ്ട, ഫ്രെയിമായിരിക്കും. ഇവിടെ നിൽക്ക്, ഫ്രെയിമാവൂടാ. കയറിയിട്ട് ടൈറ്റൊക്കെ റിപ്പോർട്ടർ Thank you.
ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ദിക്ഷന്റെ വീട്ടിൽ നിന്ന് കാണുന്നത്. നമുക്കറിയാം, അതുപോലെ തന്നെ തിരുവനന്തപുരം ചിറയൻകീഴ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമ്മൾ. അതായത് 8 വയസ്സുകാരൻ ദിക്ഷലിനെ വീടിനകത്ത് വെച്ച് പാമ്പ് കടിയേൽക്കുകയും പിന്നാലെ കുട്ടി മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ദിക്ഷലിന്റെ ശരീരം, മൃതശരീരം ഇവിടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അവൻ ഓടിക്കളിച്ച ഇടമാണ്. ആ ഓടിക്കളിച്ച ഇടത്തേക്ക് നിശ്ചലനായി അവൻ വന്നിരിക്കുകയാണ്. ചുറ്റുമുള്ളവർക്കൊന്നും ദുഃഖം അടക്കാനാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ടു നിൽക്കാനാകുന്നില്ല ഈ കാഴ്ച. അമ്മയും മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനും അനിയത്തിക്കും ഒപ്പം അവൻ ജീവിച്ച ഈ വീട്ടുമുറ്റത്ത് നിശ്ചലനായ ഒരു ചേതനയറ്റ ശരീരമായി ആ കുഞ്ഞ് എത്തിയിരിക്കുകയാണ് എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഉറ്റവരെല്ലാം വളരെ വേദനയോടെയാണ് ആയിരിക്കുന്നത്. ഇന്നലെ ഒരു 2 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ വീട്ടിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന വീട് കാണുന്നുണ്ട്. ഈ വീടിനകത്ത് അർദ്ധരാത്രിയോടെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പിന്നാലെ കുട്ടിയുമായി പിതാവ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ എത്തി ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നാലെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ മൂർഖം പാമ്പിനെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും അതിനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം, അത് ഒരു കുട്ടിയുടെ വേർപാട്, വിയോഗം, അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതിൻ്റെ വേദന. അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെ വേദനയോടെ ആയിരിക്കുകയാണ്. ഉറ്റവരടങ്ങ് വളരെ വേദനയോടെ ആയിരിക്കുകയാണ്. നമുക്ക് കണ്ടു നിൽക്കാനാകാത്ത കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനസാക്ഷിയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് അവനൊരു നോക്ക് കാണാൻ അവൻ്റെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ അവസാനമായി അവനൊരു നോക്ക് കാണാൻ എത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ ജീവൻ അത് രക്ഷിക്കാമായിരുന്നു ഒരു പക്ഷേ ആശുപത്രി അധികൃതർ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നൊരു ആരോപണവും കൂടി നിലവിൽ ഉയരുന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ വീടും ഈ വീടിൻ്റെ വഴിയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ മലയാളി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വീടിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, വീടായിരിക്കുന്നത്, അതിൻ്റെ പീസ് എങ്ങനെയാണ്, ഒരു ജീവിക്ക് കയറിപ്പോകാൻ പാകത്തിലുള്ള ഒരു വീടാണ്. അപ്പോൾ അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടായിരിക്കുന്നത്. അവരുടെ ദയനീയമായ അവസ്ഥ ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു വീട്ടിലാണ് ഈ ദിക്ഷലും അതുപോലെ തന്നെ അനിയത്തിയും പിതാവും മാതാവും മുത്തശ്ശിയുമായിട്ട് കഴിഞ്ഞിരുന്നത്. അപ്പോൾ വീടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അത് കിട്ടാനുള്ള ലിസ്റ്റിലുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വീട്ടിൽ ആണ് ഈ കുട്ടി കളിച്ച് വളർന്ന, അല്ലെങ്കിൽ ഓടിക്കളിച്ച് നടന്ന ഈ ഒരു വീട്ടുമുറ്റത്തേക്ക് ചേതനയറ്റ ശരീരമായിട്ട് ദിക്ഷലെത്തുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു അവസ്ഥ, പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ഈ അവസ്ഥ. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഒരു അവസ്ഥ, അത് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമാണ് വേദന. നമുക്കറിയാം, ഇനിയും ഈ വീട്ടിൽ അവർക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ തീർത്തും ഒരു സുരക്ഷ അവർക്ക് നൽകേണ്ടത് അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവന് അവസാനമായിട്ടൊരു നോക്ക് കാണാനായി എല്ലാവരും ഓടി എത്തുകയാണ് ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ 3ാമത്തെ മരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, പാമ്പ് കടിയേറ്റുള്ള മരണം. അപ്പോൾ ഒരുപാട് ജാഗ്രത നമ്മളും പുലർത്തേണ്ടിയിരിക്കുന്നു എന്നൊരു ഉദാഹരണമായി സംഭവം മാറുകയാണ്. നമ്മുടെ വീട് പരിസരത്തും, അതായത് വീടിനകത്തും വീടിൻ്റെ പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ചില മുൻകരുതലുകൾ, ജാഗ്രത ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഒരുപാട് നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. അതായത്
ഒരു ഗൗരവത്തില് ഈ ഒരു സംഭവം അവർ സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള ആരോപണം നിലവിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റിൽ അത് പാമ്പ് കടിയേറ്റതാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ഇവിടെ മാറിയത്. ഒരു പക്ഷേ അത് കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ, പാമ്പ് കടിയേറ്റതാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയെ ഒരു വിധമെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരല്ലേ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പക്ഷെ അത് കണ്ടെത്താൻ ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സാധിച്ചില്ല എന്നതും ഒരു വലിയ വീഴ്ചയായിട്ട് ആശുപത്രിക്ക് സംഭവിച്ച വലിയ വീഴ്ചയാണ്. ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നൊരു ആരോപണം കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട്. ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വേണ്ട വിധത്തിലൊരു ചികിത്സ നൽകിയില്ല എന്നൊരു ആരോപണം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയെ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നൊരു ആരോപണം പിതാവ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വീട്ടുമുറ്റത്ത് എല്ലാവരും വളരെ വേദനയോടെ ആയിരിക്കുകയാണ്. അവസാനം ആ കുട്ടിയെ ദീക്ഷന് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി ഏവരും നിൽക്കുകയാണ്. നമുക്ക് വാക്കുകൾ കൊണ്ടത് പറഞ്ഞാൽ മതിയാകില്ല. ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു കുഞ്ഞുകുട്ടി, ഒരു 8 വയസ്സുകാരനെ അല്ലെങ്കിൽ ഒരു ഒരു 8 വയസ്സ് തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. ആ പിതാവിനും മാതാവിനും ഒക്കെ അത് എന്തുമാത്രം നഷ്ടമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ആ വിയോഗം. ആ വേദന നികത്താനാകാത്ത വേദനയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ വീട്ടിൽ മനുഷ്യരുണ്ട്. അവരുടെ സുരക്ഷിതത്വം കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് വേണ്ട നടപടി വിളിച്ചിട്ട് പറഞ്ഞില്ല, ഐസിയിലാണെന്ന് പറ്റിച്ചതാണെങ്കിൽ ഐസിയിലല്ലേ പറ്റിച്ചതാണ്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചതാണ്. എൻ്റെ കുഞ്ഞിന് ഞാൻ അവിടെ കാവലിരുന്ന് എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുന്നത് നോക്കി ദൈവങ്ങളായ ദൈവങ്ങൾക്കെല്ലാം നേർച്ചയിട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ ദൈവങ്ങൾക്കും നേർച്ചയിട്ട് എൻ്റെ മോനെയും കൊണ്ട് അമ്പലങ്ങൾ പോകുന്നതും ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു. അവനെ സന്തോഷത്തോടെ നോക്കുന്നതും ഞാൻ ചിന്തിച്ചു. ഇല്ല, ഇനി എൻ്റെ മോൻ തിരിച്ചു വരില്ല എന്ന് ഞാനിനി എങ്ങനെ ചിന്തിക്കോടി. എടി അകത്ത് കയറിയിരിക്കാൻ പറയടി. നീ എല്ലാം അവൻ പുറത്തിരിക്കൊണ്ട് അകത്ത് കയറാൻ പറയണത് പറയടി. ഞാൻ പറയണേക്കാൾ കൂടുതൽ നീ അല്ലേ അവൻ്റെ അടുത്ത് പറയണത് അകത്ത് കയറാൻ അകത്ത് കയറാൻ പറ അവൻ്റെ അടുത്ത്. അവൻ അകത്ത് കയറി ഇരിക്കട്ടെ, നമ്മളെ കൂടെ ഇരിക്കട്ടെ. അവൻ്റെ അമ്മ ഞാനാണ്. അവൻ കണ്ടാൽ മതി എൻ്റെ മോനെ വേറെ ആരും ഞാൻ പ്രസവിച്ച് കണ്ട കുഞ്ഞാണ്ടി കിടക്കണത്. ഞാൻ പ്രസവിച്ച് വായിച്ച എന്റെ കുഞ്ഞാണ്ടി. അയ്യോ, ഈ 2 കയ്യിൽ വായിക്കുമ്പോ ഇങ്ങനെയല്ലേ എന്റെ കുഞ്ഞ് കിടക്കട കിടന്ന് നോക്കി തച്ചു. എന്റെ കുഞ്ഞ് കിടക്കട കിടന്ന് നോക്കി പറഞ്ഞിട്ട് മാറിക്കൊടുത്ത്.